മിക്ക കാര്യങ്ങൾ ശരിയാക്കി പത്തിരി ഉണ്ടാക്കിയാലും ഈ ചെറിയ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പത്തിരി ശരിയായി പൊങ്ങിക്കിട്ടുകയില്ല. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഈ പത്തിരി തയ്യാറാക്കാനായിട്ട് 1 കപ്പ് പുട്ടുപൊടി എടുക്കുക. അതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി അടച്ചു വെക്കുക. അതിനുശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് 1/2 കപ്പ് ചോറ് ചേർക്കുക. ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ നന്നായി അരച്ചെടുക്കുക. ചോറ് അരയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ പുട്ടുപൊടിയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചത്. ചോറില്ലാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് പുട്ടുപൊടിക്ക് 1.5 കപ്പ് തിളച്ച വെള്ളം എടുക്കണം. ഇനിയും ഈ ചോറ് അരച്ചതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ, 10-15 ചുവന്നുള്ളി, 1 ടീസ്പൂണ് പെരുംജീരകം, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുക. ഒത്തിരി അരഞ്ഞു പോകേണ്ട കാര്യമില്ല. ഇനി അരച്ച തേങ്ങ ചോറിൻ്റെ മിക്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്ക് ഇടുക. ഇനി ഇതെല്ലാം കൈകൊണ്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് നേരം ഇത് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അടുത്തതായിട്ട് മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ബോൾസ് ഉണ്ടാക്കുക. ബോൾസ് ഉണ്ടാക്കുമ്പോൾ വിള്ളലൊന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത ഓരോ ബോൾസും പത്തിരി പ്രസ്സിലോ അല്ലെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള പാത്രങ്ങളൊക്കെ വെച്ച് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചെറിയ കാര്യം ശ്രദ്ധിക്കണമെന്ന്. ഈ ചെറിയ കാര്യമെന്ന് പറയുന്നത് ബോൾസ് പരത്തിയെടുക്കുമ്പോൾ ഇതിൻ്റെ കനം കുറഞ്ഞു പോകാൻ പാടില്ല. കനം കുറഞ്ഞാൽ പത്തിരി പൊങ്ങി വരികയില്ല. കുറച്ച് കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഈ രീതിയിൽ പരത്തിയിട്ട് ഇത് നല്ലവണ്ണം ചൂടായ എണ്ണയിലിടുക. ഇത് തനിയെ പൊങ്ങി വന്നുകൊള്ളും. കുറച്ച് കഴിഞ്ഞിട്ടിത് തിരിച്ചിടുക. ഇപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. സ്വാദേറിയ പത്തിരി നോൺ വെജ് കറികളുടെ കൂടെ കഴിക്കുന്നത് നല്ല കോമ്പിനേഷനാണ്. ചോറ് കൂടി ചേർത്ത് അരയ്ക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റാണിത്. അതുപോലെ ഈ പത്തിരി കൂടുതൽ സമയം സോഫ്റ്റായി ഇരിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.